നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. സെപ്റ്റംബർ മാസം ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ച് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു മാസമാണ്. കാരണം സെപ്റ്റംബർ മാസത്തിലാണ് US നിന്ന് സെൻട്രൽ ബാങ്ക് അവിടുത്തെ പലിശ നിരക്ക് കുറയ്ക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് മാർക്കറ്റ് വെയിറ്റ് ചെയ്യുന്നത്. നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ FISൻ്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ആഴ്ച ഹെവി സെല്ലിംഗ് ആയിരുന്നു. നെറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ്ങും തന്നെയായിരുന്നു. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച ഈവൻ DIs 3000 കോടി രൂപക്കൊക്കെ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിൽ കൂടിയും കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം FIS 5000 കോടി രൂപക്ക് ബൈ നടത്തി. വീക്കിലി അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു 13000 കോടി രൂപക്കാണ് മുകളിലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് നമ്മുടെ മാർക്കറ്റിൽ ഉള്ളത്. അപ്പോൾ അത് നമ്മുടെ മാർക്കറ്റിൽ കറൻ്റ്ലി ഉള്ള ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. ഇനി US ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാണ് ഗ്ലോബൽ മാർക്കറ്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാത്തിരിക്കുന്ന ഒരു ഘടകം. ഈ ഒരു ആഴ്ചയിലേക്ക് വരുമ്പോൾ ഇന്ന് എസ്പെഷ്യലി ഓട്ടോമൊബൈൽ സെക്ടറുകളുടെ കമ്പനികൾ ഫോക്കസ് ആകും. കാരണം ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ ഇതിന് ശേഷം ഇനി സർവീസ് PMI ഡേറ്റാസ് എല്ലാം തന്നെ ഇന്ത്യയുടെയും US പല രാജ്യങ്ങളുടെയും ഉൾപ്പെടെ വരും. ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്. ബാങ്ക് എക്സിൻ്റെ എക്സ്പയറി ഉള്ള ദിവസമാണ്. സെൻസെക്സിലെ ബാങ്കിങ് കമ്പനീസിൻ്റെ ഇൻഡെക്സിനെയാണ് നമ്മൾ ബാങ്ക് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇന്ന് എക്സ്പയറി ആവും. അതിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റുകളെല്ലാം തന്നെ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 57,540 ഇപ്പോൾ ഉള്ളത്. ബ്രൻ്റ് ഓയിൽ 76, ഗോൾഡ് $2,500 ഇപ്പോൾ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്, സപ്പോർട്ടായി നിൽക്കുന്നുണ്ട്. ഓസ്ട്രേലിയ നെഗറ്റീവായിട്ടും ചൈന കൊറിയ ഫ്ലാറ്റായിട്ടും ജപ്പാൻ മാർക്കറ്റ് പോസിറ്റീവായിട്ടും ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റായ രീതിയിലാണ് ഇപ്പോൾ ട്രേഡ് തുടരുന്നത്. FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള ആക്ടിവിറ്റീസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ ലോങ് പൊസിഷൻ കാണാം 72% ലോങ് പൊസിഷൻ FIS വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇന്ന് എക്സ്പയറി ഉള്ള ബാങ്ക് എക്സിൻ്റെ സ്പോട്ട് നിൽക്കുന്നത് 58,300 എന്ന റേഞ്ചിലാണ്. PCR 0.79 ആണ്. പുട്ട് കോൾ റേഷ്യോനെയാണ് നമ്മൾ PCR എന്ന് വിളിക്കുന്നത്. മേജർ സപ്പോർട്ട് സോണായിട്ട് 58,000 നിലകൊള്ളുമ്പോൾ 57,800 അടുത്ത സപ്പോർട്ടായിട്ട് നിലകൊള്ളുന്നുണ്ട്. 58,500 അതല്ലെങ്കിൽ 59,000 ഒക്കെയാണ് മേജർ റെസിസ്റ്റൻസ് സോണുകളായിട്ട് നിൽക്കുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പല വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. ഓരോ ഇൻഡെക്സിൻ്റെയും ആ ഇൻഡെക്സ് മറികടക്കാൻ സാധ്യതയില്ലാത്തത് ആ ഒരു റേഞ്ചിനെയാണ് നമ്മൾ കോൾ ഷോർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോളായി ഒരു ലെവലുണ്ട്. ആ ലെവലിൽ തട്ടി നിൽക്കും. താഴേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഒരു ലെവലിൽ സപ്പോർട്ട് നിൽക്കും. അപ്പോൾ ആ ഒരു ലെവലിനെയാണ് നമ്മൾ പുട്ട് ഷോർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അതിനെയാണ് ഗ്രീൻ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായ രീതിയിലും പുട്ട് ഷോർട്ട് ചെയ്യുന്നത് അതൊരു സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോൾ ഷോർട്ട് ചെയ്യുന്നത് ഒരു റെസിസ്റ്റൻസായിട്ടും നിൽക്കും എന്നുള്ളതാണ് പൊതുവെയുള്ളൊരു അനുമാനം. ഇതിപ്പോൾ ഓപ്ഷനിൽ ബൈ ചെയ്യുന്ന ആളുകളും സെല്ല് ചെയ്യുന്ന ആളുകളും ഇതേ ഡേറ്റയാണ് റെഫർ ചെയ്യുന്നത്. കൂടാതെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിലും ആളുകൾ മാർക്കറ്റിൻ്റെ ആ ഒരു റേഞ്ച് ഡിഫൈൻ ചെയ്യാനും ഈ ഒരു ഡേറ്റയാണ് നോക്കുന്നത്. ഇനി സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളും സ്റ്റോക്കിൻ്റെ മേജർ റെസിസ്റ്റൻസ് സോണുകൾ കണ്ടുപിടിക്കാനായിട്ട് ഈ പറയുന്ന ഓപ്പൺ ഇൻട്രസ്റ്റ് സ്റ്റോക്കിലും ആപ്ലിക്കബിളാണ്. സ്റ്റോക്കിൻ്റെ ഇപ്പോൾ ഇൻഡെക്സ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ സ്റ്റോക്ക് സെർച്ച് ചെയ്താലും ഈ ഡേറ്റ ലഭ്യമാകും. പണ്ടൊക്കെ ഇത് പെയ്ഡായിരുന്നു. ഇന്നിപ്പോൾ ഇത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. ടാറ്റ മോട്ടോഴ്സായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉള്ളത്. ടോട്ടൽ സെയിൽസ് 71,699 യൂണിറ്റാണ് ഉള്ളത്. ഇവരുടെ CV സെയിൽസ് 15% ഡൗണാണ് ഉണ്ടായിട്ടുള്ളത്. പാസഞ്ചർ സെയിൽസും ഏകദേശം 3% ഡൗണാണ് ടാറ്റ മോട്ടോഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാരുതിയുടെ എക്സ്പോർട്ട് 6% ഉയർന്നു. എന്നാൽ ടോട്ടൽ ഡൊമസ്റ്റിക് സെയിൽസ് 5.5% കുറവുണ്ടാക്കിയിട്ടുണ്ട്. NBCC കമ്പനി ബോണസ് ഷെയർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒക്ടോബർ 7 ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഉള്ളത്. ഇൻഡിസെക്സൈഡ് ഇന്ത്യ കമ്പനി ഷെയർ ബൈബാക്ക് 1,000 രൂപക്ക് ഷെയർ ഇവർ ടെൻഡറിലൂടെ ബൈബാക്ക് ചെയ്യുമെന്ന് അറിയിച്ചു. ബയോകോൺ കമ്പനിയുടെ പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം കൊടുത്തു. JSPL കമ്പനി ഇവരുടെ മെർജ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അപ്രൂവൽ ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ്. സെഞ്ചുറി ടെക്സ്റ്റൈൽസ് കമ്പനി
ഇവർ 131 ഏക്കർ ലാൻഡ് അക്വയർ ചെയ്തിട്ടുണ്ട്. പുതിയ ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്വയർ ചെയ്തിട്ടുള്ളത്. ഹീറോ മോട്ടോ കോർപ്പ് ഇവരുടെ EV സെയിൽസ് 6000, വിഡ എന്ന് പറയുന്ന ഇവരുടെ EV ആ ഒരു ബൈക്ക് ടോട്ടൽ EV മാർക്കറ്റിൻ്റെ ഏകദേശം 5% വിപണി പങ്കാളിത്തം കൈവരിച്ചിട്ടുണ്ട്. നമുക്കറിയാം EV സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഒല പോലെയുള്ള കമ്പനീസാണ് കൂടുതൽ മാർക്കറ്റിലുള്ളത്. ഹീറോ മോട്ടോ കോർപ്പിൻ്റെ കടന്നുവരവ് തീർച്ചയായിട്ടും കൂടുതൽ ആളുകൾക്ക് വിശ്വാസമുള്ള ഒരു ബ്രാൻഡാണ് ഹീറോ മോട്ടോ കോർപ്പ്. അപ്പോൾ അവരുടെ കടന്നു വരവാണ് ഇനിയിപ്പോൾ EV ബൈക്ക് സെഗ്മെൻറ്റിൽ ഒരു വലിയൊരു ചേഞ്ചസ് വരാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെയാണ് മാരുതി. ഇപ്പം മാരുതി നിലവിൽ EVയിലില്ല. മാരുതി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വില കുറഞ്ഞ രീതിയിൽ കാറുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ നിലവിൽ മാരുതി 2025 കൂടിയിട്ട് EV സെഗ്മെൻറ്റിലേക്ക് കടന്നു വരുമ്പോൾ അതും EV കാറുകളുടെ മേഖലയിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യ ഹ്യൂം പൈപ്പ് കമ്പനി ഇവർക്ക് 888 കോടി രൂപയുടെ ഓർഡർ കിട്ടി. രാമകൃഷ്ണ ഫോർജിൻ കമ്പനിക്ക് ഇവർ 90 കോടി രൂപയുടെ ഒരു പ്ലാന്റ് മെക്സിക്കോയിൽ ഇവർ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. TVS മോട്ടോഴ്സ് കമ്പനി ഇവരുടെ TVS റൈഡർ 125cc ശ്രീലങ്കയിൽ കമ്പനി ലോഞ്ച് ചെയ്യുന്നുണ്ട്. ജുനീപ്പർ ഹോട്ടൽ കമ്പനി 220 കോടി രൂപ 220 റൂമാണ് ഇവർ അക്വയർ ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂരിൽ. ഹസൂർ മൾട്ടി പ്രൊജക്റ്റ് കമ്പനിക്ക് 40 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ട് ഉള്ള ന്യൂസ് ഉണ്ട്. അപ്പോൾ ഇനി വിശദമായിട്ട് പോസ്റ്റ് മാർക്കറ്റിൽ ന്യൂസായിട്ട് എത്താം. നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെയും നമ്മളുടെ ട്രേഡബിളിയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്യാം. താങ്ക് യു ഓൾ.